തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരണം വീഴുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ബി.ജെ.പി. വെപ്രാളപ്പെട്ട് പലതരത്തിലും പല രീതിയിലുമാണ് പ്രക്ഷോഭവും സമരവും സംഘടിപ്പിക്കുന്നത് എന്നുള്ളതും എവിടെയും ഈ പ്രക്ഷോഭം എത്തില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വിഷയം ബി.ജെ.പിയുടെ കോർപ്പറേഷൻ കൗൺസിൽ ആയിരിക്കുന്ന വായാട്ട് കോണം ആർ. സുഗതനെതിരെ കാപ്പ ചുമത്തി പോലീസ് ജയിലടച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ സജീവമാകുന്നത്. രണ്ട് വിഷയങ്ങൾ അവിടെ നേരിടുന്നുണ്ട് സുഗതൻ എന്ന് പറയുന്ന കക്ഷി. അദ്ദേഹം 2 കൗൺസിൽ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടില്ല. നിയമപ്രകാരം 3 കൗൺസിൽ മീറ്റ് തുടർച്ചയായി പങ്കെടുക്കാത്ത ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം അയാൾ അയോഗ്യരാകും എന്നുള്ളത് കോർപ്പറേഷൻ ചട്ടത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ 2 കൗൺസിൽ മീറ്റിൽ പങ്കെടുത്തതുമില്ല. ഇപ്പം നിലവിൽ ജയിലായതുകൊണ്ട് അടുത്ത 3ാമത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ആവുന്ന സമയത്ത് ആ രീതിയിൽ തന്നെ കൃത്യമായിരിക്കുന്ന നിയമാവലി വെച്ചിട്ട് തന്നെ അയോഗ്യരാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ LDFും UDFും പറയുന്നത് ഒരേ രീതിയിലാണ്. അവർ ഒന്നിച്ചുകൊണ്ട് മുന്നേറുകയാണെങ്കിൽ ബി.ജെ.പിയുടെ ഭരണം വീഴുകയും അവർ സംയുക്തമായ രീതിയിൽ ഒരു ഭരണ സംവിധാനം വരാൻ സാധ്യതയുണ്ട്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സത്യപ്രതിജ്ഞാ ലംഘനം ചെയ്തിരിക്കുന്നു. ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. 2019 മുതൽ 2026 വരെ 7 ക്രിമിനൽ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കക്ഷിയാണ് സുഗതൻ എന്ന് പറയുന്നത്. ഇതിൽ 3 എണ്ണം വധശ്രമ കേസാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. വായാട്ട് കോണം കൗൺസിൽ ആർ. സുഗതനെതിരെ അതിൻ്റെ രേഖയിൽ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നു: കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രൊവിൻഷ്യൽ ആക്ട് കാപ്പ പ്രകാരമാണ് കേസ്. ഇത് സത്യപ്രതിജ്ഞാ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയെ ജനകീയ സേവന മേഖലയായിരിക്കുന്ന കോർപ്പറേഷനിൽ നിയമിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ അവിടെ ഈ മെമ്പറായി തുടരുക എന്നുള്ളതും അപമാനകരമാണ്. പുറത്താക്കണം എന്നുള്ള അഭിപ്രായം ശക്തമായ രീതിയിൽ കോർപ്പറേഷൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ്. അതിനും പുറമെ ആയിട്ട് പിന്നീട് അടുത്ത കേസിനെ പറ്റി പറയുന്നത് ഇങ്ങനെ: വട്ടിയൂർക്കാവ് വെള്ളക്കടവ് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ആക്രമണ കേസിലെ മുഖ്യപ്രതിയാണ് സുഗതൻ എന്ന് പറയുന്ന ഈ കൗൺസിലർ. കാപ്പ പ്രകാരം 2023-ലും 2025-ലും നടപടികൾ നേരിടുകയും ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ തുടങ്ങിയതല്ല, മുമ്പേ ഉണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ അന്നൊന്നും പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരാത്ത ബി.ജെ.പി. എന്തിനാണ് ഇപ്പം പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നത് എന്നുള്ള ചോദ്യം LDFും UDFും ചോദിച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സുഗതൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ സംഘർഷമുണ്ടായി. ബി.ജെ.പി. സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് രക്ഷപ്പെടുത്താൻ നോക്കി എന്നൊക്കെ പറയുന്നുണ്ട്. വീടിൻ്റെ മുൻപിൽ നിന്ന് പിറകിലോട്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെ പോലീസ് പിടികൂടപ്പെടുകയാണ് ചെയ്തത്. അതിന് സംഘർഷാവസ്ഥ ഉണ്ടായ സമയത്ത് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചതിന് ശേഷമാണ് പ്രതിയെ പിടിക്കാൻ വേണ്ടി സാധിച്ചത്. പ്രതിയെ പിടിച്ചതും അതോടൊപ്പം തന്നെ ആകാശത്തേക്ക് വെടിവെച്ചതും ഒക്കെ പ്രശംസനീയമായിരിക്കുന്ന കാര്യമാണ് എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. CPMും കോൺഗ്രസും ഇദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്നും ഇനിയൊരു അവസരം കൊടുക്കരുത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള സമര കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് കോർപ്പറേഷനകത്തുണ്ട്, പുറത്തുണ്ട്. എന്നാൽ ബി.ജെ.പി. ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് കാപ്പ ദുരുപയോഗം ചെയ്യുകയാണ്, ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ്. അപ്പോൾ 2023-ലൊക്കെ ഈ വിഷയം ഉണ്ടായിരുന്ന സമയത്ത് ബി.ജെ.പി. എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിച്ചിട്ടില്ല എന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയായിട്ട് കിട്ടിയിട്ടുമില്ല. നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അവസ്ഥാ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കാം. കഴിഞ്ഞ 2025-ലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെ 101 കൗൺസിലർമാരാണുള്ളത്. ബി.ജെ.പിക്ക് 50, CPMന് 26, CPIക്ക് 3, കോൺഗ്രസിന് 17, മുസ്ലിം ലീഗിന് 2, RSPക്ക് 1, പിന്നീട് 2 സ്വതന്ത്രന്മാർ. ഇതാണ് അതിൻ്റെ ലിസ്റ്റ് കാര്യങ്ങൾ. VV രാജേഷ് എന്ന് പറയുന്ന ബി.ജെ.പി. നേതാവാണ് അവിടുത്തെ മേയർ നിലവിലെ സാഹചര്യത്തിൽ. അപ്പോൾ NDAക്ക് മൊത്തത്തിൽ 51 സീറ്റാണ്. ബി.ജെ.പിക്ക് 50. പിന്നീട് എന്ത് ചെയ്തു? 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, ഒരു സ്വതന്ത്രനായിരിക്കുന്ന ഷാജി എസ് തുമ്പ എന്ന് പറയുന്ന ആൾ ബി.ജെ.പി. പിന്തുണച്ചു. അപ്പോൾ അവർക്ക് 51 സീറ്റായി. LDFനും UDFനും കൂടി സംയുക്തമായി ചേർന്ന് നിൽക്കുകയാണെങ്കിൽ 49 സീറ്റ്. പിന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ചേരുന്ന സമയത്ത് 50 സീറ്റ്. അത് ചേർന്നിട്ടില്ല, അത് ചേരാനുള്ള സാധ്യത കുറവാണെന്ന് പറയുന്നു. അങ്ങനെ ചേരുകയാണെങ്കിൽ തന്നെ 50 സീറ്റ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം. ഇനി അത് നമുക്ക് LDF CPMും CPIക്ക് കൂടി 29, UDFിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, RSP ചേർന്നുകൊണ്ട് 20, 40, 49.
മറ്റു സ്വതന്ത്ര സ്ഥാനാർത്ഥി 1 അങ്ങനെ തന്നെ, അത് കറക്റ്റാണ്. അപ്പോൾ ഭരണപക്ഷത്ത് 51 പ്രതിപക്ഷത്ത് 49 ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം. അപ്പോൾ ഇനി വരാൻ പോകുന്നത്, ഇപ്പോൾ കാപ്പ കേസ് ചുമത്തിക്കൊണ്ട് സുഗതനെ ജയിലടച്ചിരിക്കുന്നു, അത് പ്രതിസ്ഥാനത്താണ് എന്നുള്ളത് കൃത്യമായി. കാരണം ഒരു കേസല്ല, ഒരുപാട് കേസുണ്ട്. അയോഗ്യനാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ചെറിയ കൂടുതൽ വളരെ കൂടുതലാണ്. വാർഡ് 20 വാഴട്ട് കോണത്തിൽ നിന്നാണ് NDA സ്ഥാനാർത്ഥിയായിട്ട് BJPയുടെ അനുഭാവിയായിരിക്കുന്ന ഈ പറയപ്പെട്ട കക്ഷി ജയിക്കുന്നത്, സുഗതൻ ജയിക്കുന്നത്. 1939 വോട്ടാണ് ഇദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചത്. തൊട്ട് എതിർ സ്ഥാനാർത്ഥിയായിരിക്കുന്ന LDF സ്ഥാനാർത്ഥിക്ക് 1881 വോട്ടാണ് ലഭിച്ചത്. മൂന്നാം സ്ഥാനാർത്ഥിയായിരിക്കുന്ന UDF സ്ഥാനാർത്ഥിക്ക് 1785 വോട്ടുമാണ് ലഭിച്ചത്. ഇതാണ് കണ്ടീഷൻ, ഇതാണ് സ്ഥിതികൾ. 58 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് സുഗതൻ ജയിക്കുന്നത്. അത്രേ അതിലുള്ളൂ. അവിടെ ഒരു ഇലക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ അപ്പോൾ എന്തുണ്ടാവും, അവിടെ ഏകദേശം 29 വോട്ട്, ത്രികോണ മത്സരം നടന്നാൽ പോലും 29 വോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ BJP തോൽക്കും എന്നുറപ്പാണ്. അപ്പോൾ അങ്ങനെ തോൽവി വന്നു കഴിഞ്ഞാൽ BJPക്ക് നിലവിലുള്ള 50-49 ചുരുങ്ങും. അപ്പോൾ റീ ഇലക്ഷന് വേണ്ടിയിട്ട് ഉള്ള സാധ്യതകളും അതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സജീവമാണ്. അഥവാ LDF UDF സ്ഥാനാർത്ഥിയെ തിരയുന്നു എന്ന തരത്തിൽ റിപ്പോർട്ട് പോലും പുറത്തു വരുന്നു. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇപ്പോൾ മാറി നിൽക്കുന്നത് അനിത എസ് നായർ എന്നാണ്. വെട്ടുകാടിൽ നിന്ന് ജയിച്ച അനിത എസ് നായർ. ഈ നിലവിലെ സാഹചര്യത്തിൽ 2 പക്ഷത്തും ചേരാത്ത രീതിയിൽ നിഷ്പക്ഷമായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഇലക്ഷൻ വരികയാണെങ്കിലും അല്ലെങ്കിൽ ഇലക്ഷൻ വന്നിട്ട് അവിടെ BJP തോൽക്കുമെന്ന് ഉറപ്പാണ്. കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ അടവ് എന്ന് പറഞ്ഞാൽ LDF UDF കൂടെ സംയുക്തമായി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പറയപ്പെട്ട 58 വോട്ടിന് സാധിക്കുകയില്ല എന്നുള്ള ഉറപ്പാണ്. അങ്ങനെ വരുന്ന സമയത്ത് BJP 49 ചുരുങ്ങും, UDF 50 വരികയും ചെയ്യും. അപ്പോൾ അവിടെ 2 സ്വന്തം സ്ഥാനാർത്ഥികൾ അവിടെ പ്രധാനമായിരിക്കുന്ന കക്ഷിയായിട്ട് വരും. ഈ സ്വന്തം സ്ഥാനാർത്ഥി ഇവർ ആരെ പിന്തുണക്കുന്നോ അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാം എന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നിലവിലിപ്പോൾ BJP നോക്കുന്നത് ഈ പ്രതി അല്ലാത്ത രീതിയിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ പറ്റുമോ എന്നുള്ളതാണ്. ബാക്കിയെല്ലാം വിഷമകരമായിരിക്കുന്ന സാഹചര്യമാണ്. ജാമ്യാപേക്ഷ തൽക്കാലം കിട്ടാൻ സാധ്യത കുറവാണെന്ന് പറയുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യാപേക്ഷ കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ BJP ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഒറ്റയ്ക്ക് ഭരിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർ ചലനങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൽ മുഴുവനും ഉണ്ടാവും എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ വളരെ സുഖകരമായ രീതിയിലൊരു ജയം ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് എന്നതിനാൽ തന്നെ നിയമസഭയിൽ 15 MLAമാരെങ്കിലും ഉണ്ടാകും എന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞതാണ്. കേന്ദ്ര നേതൃത്വത്തിന് അവർ അങ്ങനെ തന്നെ റിപ്പോർട്ടും കൊടുത്താണ്. ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ 3 സീറ്റ് കിട്ടി എന്ന് പറയുന്നത് അത് തന്നെ കേരള ചരിത്രത്തിൽ ആദ്യമാണ്. അതൊരു വലിയ സംഭവം തന്നെയാണ്. ചെറിയ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി അതിന് സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത്യാവശ്യം തിളക്കമുള്ള ഒരു സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കല്ലുകടിയായിട്ട് ഈ വിഷയങ്ങളോട് വരുമ്പോൾ അതിൽ അതിജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് യഥാർത്ഥത്തിൽ BJPക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ജയിലിൽ ഒന്ന് പുറത്തിറക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അയോഗ്യരാക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മുൻകൂർ ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ച് കഴിഞ്ഞാൽ അത് നിഷേധിക്കാൻ വേണ്ടിയിട്ട് പുതിയ സംവിധാനങ്ങൾ ഒരുക്കുകയും ഈ പറയപ്പെട്ട എല്ലാ കേസിൻ്റെയും റിപ്പോർട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ FIRമായിട്ട് ബന്ധപ്പെട്ട രേഖകളൊക്കെ കോടതി സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ കുറവാകുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പിന്നീട് ഇലക്ഷൻ കമ്മീഷന് വേണമെങ്കിൽ അയോഗ്യനാക്കാൻ വേണ്ടി പറ്റും. അതിന് മതിയായ കാരണങ്ങളുണ്ട്. ഒന്ന് 3 തുടർച്ചയായിരിക്കുന്ന മീറ്റിങ്ങുകൾ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. രണ്ടാമത്തത്, ഇത്രയും കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ ജനസേവനവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തിൻ്റെ മുൻപിൽ നിർത്താൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് അയോഗ്യനാക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇതൊരു പ്രോത്സാഹനം പോലെ തോന്നാൻ പാടില്ല എന്നുള്ളിടത്തേക്കൊക്കെ നിലവിൽ LDF UDF എത്തിയിരിക്കുന്നത്. അപ്പോൾ LDF UDF സംയുക്തമായി ചേർന്നുകൊണ്ട് BJPയുടെ ഭരണത്തെ അട്ടിമറിച്ച് പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.